തിളയ്ക്കുന്നുണ്ട് രസം. കൂർക്കം കോഴിക്കോട്ടിൽ നോക്കി നിൽക്കുന്നതായിരുന്നൊക്കെ ഉണ്ട്. അത് തിളക്കട്ടെ, നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നല്ല മണണ്ടേ. എനിക്ക് ആ മല്ലിയില കണ്ടിട്ട് അതിൻ്റെ ഒരു സമാധാനം കിട്ടില്ല. ആണോ? ആണോ? ആ ശരിയാ, കറുത്തു അല്ലേ. പരിപാടി കഴിഞ്ഞു അല്ലേ? ഇനി ടേസ്റ്റ് നോക്കണ്ടേ? നോക്കണം. പിന്നെ ഞാൻ അതിനല്ലേ ഇവിടെ നിൽക്കുന്നത്. ചൂട് നല്ല ചൂടാണേ. ആ നമ്മുടെ സാമ്പാറുണ്ട്, രസം, ഉപ്പേരി ഉണ്ട്. ഉപ്പേരി അതും ആയോ? ഓക്കെ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അമ്മ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലല്ല, എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഞാൻ സ്പെഷ്യലാണ്. അപ്പം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്? രസം. ഓക്കെ, നമ്മുടെ വീട്ടിലെ സ്റ്റൈൽ ഒരു രസം. ഓക്കെ, അപ്പോൾ അമ്മ സാധനങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞോളൂ. മല്ലിക്കുരു, വെളുത്തുള്ളി, വറ്റൽമുളക്, പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കുരുമുളക് പൊടിക്കണ്ട, ഇനി പൊടിക്കാനുണ്ട് അല്ലേ? ഓക്കെ, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പം ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? ഓക്കെ, കുരുമുളക് പൊടിക്കാൻ പോവാണ്. ഓക്കെ, കുരുമുളകായി എന്നാണ് അമ്മ പറയുന്നത്. നോക്കട്ടെ എത്രയായിരുന്നു. പൊടിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിട്ടോളൂ. കുരുമുളക് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? പുളിവെള്ളം ഒഴിക്കാൻ പോവാ. ഇതൊക്കെ എന്നാൽ അതും പൊടിച്ചോളൂ. എല്ലാം പൊടിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, മല്ലിപ്പൊടി ചെറുതായിട്ട് ആയിട്ടുണ്ട്. ഓക്കെ, വെളുത്തുള്ളി ചതയ്ക്കാൻ പോവാണ്. ഓക്കെ, അമ്മ ചട്ടി എടുക്കാൻ പോയിട്ടുണ്ട്. മൺചട്ടിയിലല്ലേ ഉണ്ടാക്കുന്നത്? ഓക്കെ, നല്ല ക്യൂട്ട് ചട്ടി. ഓക്കെ, നടക്കട്ടെ. ഇപ്പോൾ ഓണാക്കാൻ വയ്ക്കുക അല്ലേ? ഒന്ന് വെള്ളം വറ്റാനാ? ഓക്കെ, വെള്ളം വറ്റട്ടെ. ഇതാ നമ്മൾ പുളി പിഴിയുന്നുണ്ട്. ഓക്കെ, തക്കാളി കട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. പുളി ഒഴിച്ചു. മഞ്ഞൾപ്പൊടി. ഓക്കെ, കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. മല്ലി പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, വെളുത്തുള്ളി പോന്നു, കുരുമുളക്, മല്ലി ചെറുതായിട്ട് പൊടിച്ചത്. ഓക്കെ, തക്കാളി ആഡ് ചെയ്യാൻ പോവാ ഇപ്പം തന്നെ. ഓക്കെ, തക്കാളി, കുറച്ച് ഉപ്പിടണം. ഉപ്പ് ഇത് അവിടെ തന്നെ ഉണ്ട്. ക്യാച്ച്. ഉപ്പായി. കായം മറ്റേതാണോ പൊടിയാണോ? പൊടി അല്ലേ? കായം ആഡ് ചെയ്യാൻ പോവാണ്. കായം, ഇതിപ്പോൾ തന്നെ രസമായല്ലോ. തിളക്കേ വേണ്ടോ? പിന്നെ വറവിടുക.
പിന്നെ മല്ലീൻ്റെ ഇലയിടുക. ഓക്കെ, മല്ലിയില ഇപ്പോൾ അടിയും മല്ലിയില അത് തിളച്ച് കഴിഞ്ഞിട്ട് തിളയ്ക്കണം അല്ലേ? വറവിട്ട് ഓക്കെ, കഴിഞ്ഞിട്ട് തിളക്കട്ടെ. എങ്ങനെ ടേസ്റ്റ്? അടിപൊളി ടേസ്റ്റ്. ചെറുതായിട്ട് അതിനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. വറവിടട്ടെ. ആ, വറവിടാൻ പോവാ. കടുക്, മുളക്, കറിവേപ്പില. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നു. എളുപ്പപ്പണിയാ, ആർക്കും ഉണ്ടാക്കാം, ഏത് ചെറിയ കുട്ടികൾക്കും ഉണ്ടാക്കാം. രസം. അത് ശരി. ഓക്കെ, ഇതാ കടുക് വരുന്നുണ്ട്. ചൂടാവട്ടെ അല്ലേ? ഓക്കെ, തിളയ്ക്കുന്നുണ്ട് രസം. കൂർക്കം കോഴിക്കോട്ടിൽ നോക്കി നിൽക്കുന്നതായിരുന്നൊക്കെ ഉണ്ട്. അത് തിളക്കട്ടെ, നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ആ ടേസ്റ്റ്. ആ മല്ലിയില ഇടൂ, മല്ലിയിലയാണ് ഇതിന്റെ ടേസ്റ്റ്. ഇടാനായിട്ടില്ല, ആയില്ല. ഇല്ല. അത് തിളച്ചിട്ട് ലാസ്റ്റാണ് മല്ലീൻ്റെ ഇല ഇടുക. ആണോ? വാങ്ങി വെച്ചതിന് ശേഷം. രസം പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ശരിയാ, നമ്മളതായിട്ട് സ്റ്റൈലല്ലേ? ആ സ്റ്റൈലിൽ ഒന്ന് ഉണ്ടാക്കിയെന്ന് കാണിച്ചു മാത്രം. ഓക്കെ, അതിൻ്റെ പതയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പത കളയോ മേലത്തെ? ഇല്ലല്ലേ? സ്കിമ്മിങ് ഇല്ലല്ലേ? ഓക്കെ. മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാ ആണല്ലേ? ഇത് മാത്രം മതി ചോറിന്. ആ, പിന്നെ നമ്മൾ കുറേ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവില്ല. എപ്പടി? ആഹാ, സ്വയം പറയാ. ഓക്കെ, ചോറുണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യമൊക്കെ ഉണ്ടോ? കിടക്കട്ടല്ലേ? നല്ല മണണ്ടേ? എനിക്ക് ആ മല്ലിയില കണ്ടിട്ട് അതിൻ്റെ ഒരു സമാധാനം കിട്ടില്ല. ആണോ? ആണോ? ആ ശരിയാ, കറുത്തു അല്ലേ? വാങ്ങി വെച്ചതിന് ശേഷം ഓക്കെ. അപ്പം അങ്ങനെയാണ്. നമ്മുടെ ദീപിക പദുക്കോൺ ഫേമസ് ആക്കിയൊരു ഡിഷ് ഉണ്ട്, ഒരു ഭൂട്ടാനീസ് ഡിഷ്, മെദാസി. അത് ഞാൻ ഉണ്ടാക്കാം, ഞാൻ പറഞ്ഞുതരാം, അമ്മ ഉണ്ടാക്കിക്കൊണ്ടു. ഓക്കെ. ആ, ദീപിക പദുക്കോണൊക്കെ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ കഴിക്കാറുണ്ട്. ഞാനും രതീഷ് ചേട്ടനൊക്കെ ദിവസം ഇരുന്ന് ഉണ്ടാക്കും രാത്രി. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നൊരു രാത്രിയൊക്കെ ആകുമ്പം. അപ്പം അത് ഇപ്പം ഭയങ്കര ഫേമസാണ്. അപ്പം ഞാനത് അതൊന്ന് ട്രൈ ചെയ്യാം. നല്ല എരിവുണ്ടാവും. ആ, ഇത് എരിവുണ്ടാവും. കുരുമുളകിന്റെ എരിവ് നല്ലതാണല്ലോ വയറിൽ ചെന്നാലേ. ആണോ? മുളക് പൊടിയെക്കാട്ടും നല്ലതാണല്ലോ. അത് ശരി. കേടില്ല. ഓക്കെ, നടക്കട്ടെ. മല്ലിയില വേഗം ഇടൂ. ഇതാ പോകുന്നു. ഓക്കെ, അതെ, വറ്റൽ മുളക്. ഇനി കറിവേപ്പില വരട്ടെ. കറിവേപ്പില ഇടുമ്പോൾ ചിലപ്പോൾ പൊട്ടും. പരിപാടി കഴിഞ്ഞോ? മല്ലീൻ്റെ അല്ല. ഓക്കെ, സിലാൻത്രോ, കൊറിയാണ്ടർ. പരിപാടി കഴിഞ്ഞു അല്ലേ? ഈസി പരിപാടി. 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഇനി ടേസ്റ്റ് നോക്കണ്ടേ? നോക്കണം, പിന്നെ ഞാൻ അതിനല്ലേ ഇവിടെ നിൽക്കുന്നത്. ചൂട് നല്ല ചൂടാണേ. ആ, അടിപൊളി. അയ്യോ, പരിപ്പ് കയറി. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെയല്ലേ ഇവിടുത്തെ രസം? ഓക്കെ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അപ്പം രസമായി. ഇനി സാമ്പാർ സാമ്പാർ ആക്കി വെച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, സാമ്പാർ വരട്ടെ. ഓക്കെ, സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചെന്നാണ് പറഞ്ഞത്, ഞാനിവിടെ ഇല്ലായിരുന്നു. ഓക്കെ, ഇതാ നമ്മുടെ സാമ്പാറുണ്ട്, രസം, ഉപ്പേരി ഉണ്ട്. ഉപ്പേരി അതും ആയോ? ഓക്കെ, അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല, രസം മാത്രമേ ഇന്ന് കാണിച്ചിട്ടുള്ളൂ. എന്തിൻ്റെ ഉപ്പേരിയാ? കൊത്തമര. അമ്പ. ഓക്കെ, അതും അതിൻ്റെ അടുത്ത് വയ്ക്കൂ. നോക്കട്ടെ. ആ, നോക്കട്ടെ.
നമ്മളിവിടെ കൂടുതൽ വെജിറ്റേറിയൻ ഡിഷ് ആട്ടോ വീട്ടിൽ അധികം ഉണ്ടാക്കാറ്, ഒരു 70 അല്ലെങ്കിൽ 80%. കൊള്ളാം. ഉണ്ട്. സാമ്പാറോ? സാമ്പാർ ടേസ്റ്റും സാമ്പാർ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നെ പോലെ തന്നെ. സൂപ്പർ. അല്ലേ? അടിപൊളി. അപ്പം ഇന്നൊരു പിടുത്തം പിടിക്കാം. ഇന്ന് ഓടി നടന്നൊരു പിടി പിടിക്കും. ഓക്കെ ഗായ്സ്, അപ്പം ഇന്നത്തെ സ്പെഷ്യലാണ് കൊത്തമരേൻ്റെ ഉപ്പേരി, സാമ്പാർ, രസം. ഇത് മതിയിലല്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ്. ഓക്കെ അമ്മ, ഒരു ബൈ പറഞ്ഞോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ഈ രസത്തിനെ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. ഓക്കെ, ഈ രസം പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. സിമ്പിളാണ് രസം ഉണ്ടാക്കാൻ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു രസം മതിയല്ലോ ചോറുണ്ണാൻ. പിന്നെ അത് മതി. അപ്പോൾ ഓക്കെ, അമ്മ ഒരു ടാറ്റ പറഞ്ഞോളൂ. ടാറ്റ. ടാറ്റ ഗൈസ്.